ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ സ്വന്തം വ്യക്തിഭാവത്തിൽ ദ്വാരകയിൽ സന്നിധനായിരുന്ന കാലത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്നും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഒരു ഗൃഹസ്ഥനെ പോലെ പൂജയും ആരാധനയും ഒക്കെ ചെയ്തു വന്നു. ശ്രീകൃഷ്ണന് ഉപരിയായി ഇഹലോകത്തോ പരലോകത്തോ ആരുമില്ല. എന്നിട്ടും ശ്രീകൃഷ്ണൻ സ്വന്തം വിഗ്രഹം വെച്ച് പൂജിക്കുന്നതിന് പകരം ശംഖ് ചക്ര ഗദാ പത്മധാരിയായ നാരായണ രൂപത്തിലുള്ള ഒരു വിഗ്രഹമായിരുന്നു ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ശ്രീകൃഷ്ണൻ സ്വന്തം വിഗ്രഹം വെച്ച് ആരാധിച്ചാൽ പിൽക്കാലത്ത് മറ്റുള്ളവരും അവരവരുടെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ശ്രീകൃഷ്ണൻ നാരായണ രൂപത്തിലുള്ള വിഗ്രഹം വെച്ച് ആരാധിച്ചു പോന്നത്. കൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഉദ്ധവനെ വിളിച്ചു പറഞ്ഞു, ഉദ്ധവ, ഞാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ പോയാൽ ഉടനെ ദ്വാരക കടലിൽ മുങ്ങും. എന്നാൽ ഞാൻ ആരാധിച്ചിരുന്ന വിഗ്രഹം പൊങ്ങി വരും. അത് എടുത്ത് പുണ്യാത്മാക്കൾ താമസിക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയ ഉടനെ ദ്വാരക വെള്ളത്തിൽ മുങ്ങി. എന്നാൽ ഭഗവാന്റെ വിഗ്രഹം കടലിൽ പൊങ്ങി വന്നത് കണ്ട ഉദ്ധവന് ദേവഗുരുവായ ബൃഹസ്പതിയായിരുന്നു ഉദ്ധവൻ്റെയും ഗുരു. അപ്പോൾ വിഗ്രഹം പൊങ്ങി വരുന്നത് കണ്ടതും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഉദ്ധവൻ ഗുരുവിനോട് പറഞ്ഞു. നടുക്കടലിൽ കിടക്കുന്ന വിഗ്രഹത്തെ കരയിലെത്തിക്കാൻ ബൃഹസ്പതി വായുദേവൻ്റെ സഹായം തേടി. വായുദേവൻ കാറ്റടിപ്പിച്ച് വിഗ്രഹം കരയ്ക്കിലെത്തിച്ചു. അന്ന് കേരളം മുഴുവൻ പരശുരാമൻ ബ്രാഹ്മണരെ പുനരധിവസിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയരെയാണ് ഉദ്ധവൻ പുണ്യാത്മാക്കളായി തിരഞ്ഞെടുത്തത്. അതനുസരിച്ച് വിഗ്രഹം കേരളത്തിൻ്റെ മധ്യഭാഗമായ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വായുദേവൻ എത്തിച്ചു കൊടുത്തു. ഉടനെ ദേവഗുരുവും വായുദേവനും ചേർന്ന് വിഗ്രഹം കയ്യിലെടുത്ത് പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം നോക്കി കിഴക്കോട്ട് നടന്നു. ഇപ്പോഴുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം അന്ന് ശിവൻ്റെ ക്ഷേത്രമായിരുന്നു. ദേവന്മാരെ കണ്ടപ്പോൾ ശിവൻ സ്വയം പ്രത്യക്ഷനായി കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അതനുസരിച്ച് ശിവൻ പറഞ്ഞു, ദേവന്മാരെ, ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് വിഷമിക്കേണ്ട. ഞാനിപ്പോൾ ഇരിക്കുന്ന, അതായത് ഭഗവാൻ ശിവൻ ഇരിക്കുന്ന ഈ സ്ഥലം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാനും ഭഗവാൻ ശിവൻ മമ്മിയൂരിലേക്ക് മാറിത്തരാമെന്നും പറഞ്ഞു. അതനുസരിച്ച് ഗുരു ബൃഹസ്പതിയും വായുദേവനും ഭഗവാന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും മഹാദേവൻ മമ്മിയൂരിലേക്ക് മാറുകയും ചെയ്തു. കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം നാരായണ രൂപത്തിലായിരുന്നതിനാൽ നാരായണന് വേണ്ടുന്ന തരത്തിലുള്ള പൂജയും ആരാധനയും ഒക്കെയാണ് ആരംഭിച്ചത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവിടെ ശ്രീകൃഷ്ണനാണെന്ന് പറയാൻ ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ കൂടിയുണ്ട്. അർജുനൻ്റെ പുത്രനായിരുന്ന പരീക്ഷിത്ത് മഹാരാജാവ് പരീക്ഷിത്തിന് ബ്രാഹ്മണ ശാപമേൽക്കുകയും തക്ഷകൻ്റെ വിഷജ്വാലയേറ്റ് ശരീരം ഭസ്മമായി തീരുകയും ചെയ്തു. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന പരീക്ഷിത്തിൻ്റെ പുത്രനായിരുന്ന ജനമേജയൻ പിന്നീട് സ്വന്തം പിതാവായ പരീക്ഷിത്ത് തക്ഷകൻ്റെ വിഷമേറ്റാണ് മരിച്ചതെന്നറിഞ്ഞപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിലെ മുഴുവൻ തക്ഷകന്മാരെയും നശിപ്പിക്കാനായി ഒരു യജ്ഞം നടത്തി. അതിൽ എല്ലാ തക്ഷകന്മാരും വെന്ത് ചാമ്പലായി. പരീക്ഷിത്തിനെ കൊന്ന തക്ഷകൻ ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിനടിയിൽ ചുറ്റിയിരിക്കുകയും ഓം സാഹ എന്ന മന്ത്രത്തോടെ ദേവേന്ദ്രനെയും പരീക്ഷിത്തിനെ കൊന്ന തക്ഷകൻ ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിനടിയിൽ ചുറ്റിക്കിടക്കുകയും ഓം സ്വാഹ എന്ന മന്ത്രത്തോടെ ദേവേന്ദ്രനെയും വഹിച്ചുകൊണ്ട് യജ്ഞാഗ്നിയിലേക്ക് പതിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇക്കാര്യം മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ യജ്ഞം നിർത്തിവെക്കാൻ ആജ്ഞാപിക്കുകയും ജനമേജയൻ യജ്ഞം നിർത്തിവെക്കുകയും തക്ഷകൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ആ തക്ഷകൻ തൻ്റെ വംശം നശിപ്പിക്കാൻ കാരണക്കാരനായ ജനമേജയനെ ശപിക്കുകയും ചെയ്തു. അങ്ങനെ ജനമേജയന് മാറാത്ത കുഷ്ഠരോഗം ബാധിക്കുകയും ചെയ്തു. തൻ്റെ കുഷ്ഠരോഗം മാറാൻ ജനമേജയൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അവസാനമായി മരിക്കുന്നതിന് മുമ്പ് ഗുരുവായൂരിൽ വരാൻ തീരുമാനിക്കുകയും ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും ചെയ്തു. അവിടെ നിന്ന് എഴുന്നേറ്റ് വിഗ്രഹത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് സുസ്മേരവദനായ 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനെയായിരുന്നു. അപ്പോഴാണ് ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനാണെന്നും 5 വയസ്സുള്ള
അവസ്ഥയിലുള്ള ഭഗവാനാണെന്ന് അറിഞ്ഞത്. പിന്നീട് അനേകം പേർക്ക് ഗുരുവായൂരപ്പൻ്റെ ദർശനം ലഭിച്ചു. എല്ലാം അതേ ബാലഗോപാല വേഷത്തിൽ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിലായി മേൽപ്പത്തൂർ ഭട്ടതിരിക്കും താൻ ആരാധിച്ചിരുന്നത് നാരായണനെയല്ല ശ്രീകൃഷ്ണനെയാണെന്ന് മനസ്സിലാക്കി. ഗുരുവായൂരിലെ വിഗ്രഹം നാരായണ രൂപത്തിൽ ആണ് ദൃശ്യമാകുന്നതെങ്കിലും ഗുരുവായൂരപ്പൻ 5 വയസ്സ് മാത്രം തോന്നിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്.